സോ കുറച്ചധികം നാളായി നമ്മൾ കണ്ടിട്ട്, കുറച്ച് നാളായി ഞാൻ വീഡിയോസൊക്കെ ഒന്ന് റെഗുലറായിട്ട് ഇട്ടിട്ട്. ബിക്കോസ് ഒന്നിനും ടൈമില്ലായിരുന്നു, ബിസി ആയി പോയി കുറച്ച് കാര്യങ്ങളിൽ. അപ്പോൾ ഞാൻ എന്നും വീഡിയോസൊക്കെ എടുക്കും, പക്ഷേ എഡിറ്റ് ചെയ്യാനോ പോസ്റ്റ് ചെയ്യാനോ ഒന്നിനും ഒരു ടൈമിംഗ് ഇല്ലായിരുന്നു. അപ്പോൾ ഇനി തൊട്ട് കുറച്ച് റെഗുലറായിട്ട് വീഡിയോസ് ഇടാമെന്നാണ് വിചാരിക്കുന്നത്. നമുക്ക് നോക്കാം. സോ ഇന്ന് എൻ്റെ മോർണിംഗ് റൊട്ടീനാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇപ്പോൾ രാവിലെ തന്നെ പുട്ടാണ് കേട്ടോ. പണ്ട് എനിക്കങ്ങനെ പുട്ട് ബ്രേക്ക്ഫാസ്റ്റിനോട് വലിയ താല്പര്യമില്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് പുട്ടാണ്. ബിക്കോസ് അതാണ് നമുക്ക് ഉണ്ടാക്കാൻ ഈസി. അപ്പോൾ പുട്ടിൻ്റെ കൂടെ ഡിഫറെൻറ്റ് കറീസ് ഉണ്ടാക്കിയാൽ മതിയല്ലോ. മുട്ടക്കറി, ഉരുളക്കിഴങ്ങ് കറി, പരിപ്പ്, പയർ, കടല, അങ്ങനെ എന്തോ നമുക്ക് പുട്ടിൻ്റെ കൂടെ കഴിക്കാം. അപ്പോൾ ഞാൻ ഇന്ന് പരിപ്പ് കറിയാണ് വയ്ക്കാൻ പോകുന്നത്. സോ ഇതൊരു ഈസി കുക്കർ പരിപ്പ് കറിയാണ്. അപ്പം ഞാൻ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ നോവ ബേബി കിച്ചണിലേക്ക് കയറി വന്നിട്ട്, അപ്പോൾ ഞാൻ വിചാരിച്ചു അവനെയും കുറച്ച് എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിപ്പിക്കാമെന്ന്. അപ്പോൾ നമ്മൾ ചെറുതിൽ തൊട്ട് പിള്ളേരെ എന്തെങ്കിലുമൊക്കെ കിച്ചണിലൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ അവർക്ക് ഇതൊന്നും അറിയാത്ത പോലെ തോന്നില്ല. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇന്ന് നോവ ബേബിയാണ് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇടുന്നത് പരിപ്പ് കറിയിലേക്ക്. പിന്നെ കുറച്ച് നാളായിട്ട് നല്ല മഴയാണല്ലോ, പക്ഷേ ഇന്നിപ്പോൾ ഇവിടെ വെയിലാണ് കേട്ടോ. ഇവിടെ കണ്ടിന്യൂസ്ലി 1 വീക്ക് മഴയായിരുന്നു. ഇന്നെന്താ വെയിലുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് തുണിയൊക്കെ അലക്കിയിട്ടിട്ടുണ്ട്. സോ ഞാനിവിടെ റോസ്റ്റഡ് പുട്ടുപൊടിയാണ് കേട്ടോ മേടിക്കുന്നത്. നമ്മൾ 10 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എല്ലാവർക്കും അറിയാമല്ലോ പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അപ്പം ഞാൻ പുട്ട്, അതുപോലെ തന്നെ മുട്ട പുഴുങ്ങിയത്, പരിപ്പ് കറി, ഇന്ന് ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റാണ്. സോ ഞാൻ ചിരട്ടപ്പുട്ടാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. എനിക്ക് ചിരട്ടപ്പുട്ടാണ് കുറച്ചിഷ്ടം, ബിക്കോസ് അത് ഒരാൾക്ക് കംപ്ലീറ്റ്ലി ഫില്ലാവും. മറ്റേ പുട്ട്, കുറ്റിപ്പുട്ട് എനിക്ക് ഉണ്ടായിരുന്നു, പക്ഷെ ഞാനതങ്ങനെ യൂസ് ചെയ്യാറില്ല. ഇതാണ് കുറച്ചുകൂടി ക്യൂട്ടല്ലോ. അപ്പം നമ്മളങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുവാണ്. ഏത്തപ്പഴം ഉണ്ട് കേട്ടോ ഒരു ഭംഗിക്ക്, പക്ഷെ ഞാൻ ഏത്തപ്പഴം എടുത്തില്ല, കാരണം ഇത്രയും കറികളുണ്ടല്ലോ, പിന്നെ ഏത്തപ്പഴത്തിൻ്റെ ആവശ്യമില്ല. അപ്പം ഞാൻ ചേട്ടനെ കൂടി കഴിക്കാൻ വരുമെന്ന് പറഞ്ഞ് വിളിക്കുമായിരുന്നേ. നോവ ബേബി ആദ്യമേ കഴിച്ചിട്ടു. അവൻ കുറച്ച് പുട്ട്, കുറച്ച് പഴം, അങ്ങനെയൊക്കെ കഴിക്കത്തുള്ളൂ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ നമ്മൾ 2 ടൈമിങ്ങിലായിട്ടൊക്കെ വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. ആൾ കംപ്ലീറ്റ്ലി അങ്ങനെ കഴിക്കത്തില്ല, കഴിക്കാൻ നല്ല മടിയാണ്. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ പോകുന്നത് കലൂർ പള്ളിയിലേക്കാണ് കേട്ടോ. അപ്പോൾ സോ ഇന്ന് ട്യൂസ്ഡേ ആണ്. അപ്പോൾ നമ്മൾ ട്യൂസ്ഡേ കലൂർ പള്ളിയിൽ മാക്സിമം പോവാറുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ പള്ളിയിൽ വന്ന് നൊവേനൊക്കെ കൂടി കഴിഞ്ഞിട്ട് ഇത് രൂപം മൊത്താൻ വേണ്ടിയിട്ടുള്ള ക്യൂ ആണ് കേട്ടോ പുണ്യാളൻ്റെ. നമ്മൾ ഫസ്റ്റ് തന്നെ രൂപം മൊത്തിയായിരുന്നു. അങ്ങനെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ട് പോയി. അവിടെ നേർച്ചക്കഞ്ഞിയുണ്ട്. അപ്പോൾ നേരത്തെ ചൊല്ലുവാണെങ്കിൽ നമുക്ക് കഞ്ഞിയുടെ കൂടെ പയറോ കടലയോ അങ്ങനെ എന്തെങ്കിലും കിട്ടും. നമ്മളിന്ന് കുറച്ച് ലേറ്റായി, അപ്പോൾ കഞ്ഞിയും അച്ചാറും ആയിരുന്നു കേട്ടോ. അങ്ങനെ നോവ ബേബിക്കും കുറച്ച് കൊടുത്തു. പിന്നെ നേർച്ച ബൺ കിട്ടി. ഈ ബണ്ണ് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു ഗീയിലും ബട്ടറിലും ആണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. ബൈ.